ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് കേന്ദ്ര ഏജൻസികൾ. ഏത് ഉദ്യോഗസ്ഥരാ? ED ഉദ്യോഗസ്ഥർ ഇന്നലെ റെയ്ഡിന് വന്നില്ലേ, അവരുടെ കാര്യമാണ്. ആക്രമണം ആസൂത്രിതമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് നടപടി ഉണ്ടായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കേസെടുത്തതിലും ഗുരുതര വീഴ്ച ഉണ്ടായെന്നും കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാട്ടുന്നു. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ അക്രമം നടത്തിയത് DYFI, SFI, CPM പ്രവർത്തകരാണ്. എന്നാൽ ആഭ്യന്തര വകുപ്പിനെ ഇത് വളരെ മോശമായി തന്നെ ബാധിച്ച ഒരു സംഭവം കൂടി ആയിപ്പോയി. ഇതിനെ എങ്ങനെയാണ് മറികടക്കാനാവുക? ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ ചില കാര്യങ്ങളാണല്ലോ പറയുന്നത്. കേന്ദ്ര ഏജൻസികൾ ഈ പറയുന്ന വിഷയത്തിൽ ഉന്നയിക്കുന്നത് ഗുരുതരമായ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. 8 മണിക്കൂർ റെയ്ഡ് ഉണ്ടായിരുന്നു. ആ 8 മണിക്കൂർ റെയ്ഡിനുള്ളിൽ പോലും കൃത്യമായ സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല എന്ന് കേന്ദ്ര ഏജൻസികൾ പറയുന്നു. മാത്രമല്ല, ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം എന്ന് പറയുന്നത് 5. അറസ്റ്റ് രേഖപ്പെടുത്തിയത് 5, കസ്റ്റഡിയിലുള്ളത് 2, അങ്ങനെ 7 പ്രതികൾ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതിലും അധികം ആളുകൾ പുറത്തുണ്ട് എന്നുള്ളതാണ്. 300 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത FIR-ൽ ആളുകളുടെ പേരില്ല എന്നൊരു ഗുരുതരമായ പ്രശ്നം കൂടി നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പേരില്ലാതെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുകയാണ്. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. V. ശിവൻകുട്ടി അടക്കം, B. ജോയി അടക്കം, DK മുരളി അടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ അന്യായമായി സംഘം ചേർന്ന് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുമ്പോൾ പോലും ഈ ആളുകളുടെ പേര് പോലും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഒരു വിഷയമായി അവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമ്പോൾ ഈ എത്തുന്ന വിവരം ഇവരെ ആരെയും അറിയിച്ചിരുന്നില്ല. ആഭ്യന്തര വകുപ്പിനെയോ ആഭ്യന്തര സെക്രട്ടറിയോ ഒന്നും ഈ വിവരം അറിയിക്കാതെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. ആ ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം പിന്നീട് കൂടുതൽ സഹായം വേണമെന്ന് അവർ ചോദിച്ചിട്ടല്ല കേരള പോലീസിന്റെ സഹായം അവിടെ നൽകിയത്. തൊട്ടടുത്ത് തന്നെ CRPF-ന്റെ ക്യാമ്പ് അധികം ദൂരെ അല്ലാതെ പാങ്ങോടക്കം ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താതെ കാര്യമായ സുരക്ഷ അവർ സ്വയം ഒരുക്കിയില്ല. മാത്രമല്ല, കൂടുതൽ സുരക്ഷ വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചതുമില്ല എന്നൊരു ന്യായമാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. അങ്ങനെയുണ്ട് എങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുമായി അവർ എത്തണമായിരുന്നു, അല്ലെങ്കിൽ കേരള പോലീസിന് സുരക്ഷ തേടണമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ച് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, വാഹനം കടന്നു പോകാനുള്ളൊരു സൗകര്യം ഒരുക്കും എന്നൊരു കാര്യം അവർ പറഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഈ ഉദ്യോഗസ്ഥരുടെ വാഹനം തകർത്തതിന് ശേഷം പിന്നീടും ഈ പറയുന്ന വാഹനം ആക്രമിച്ച ആളുകളടക്കം പുറത്തുണ്ടായിരുന്നു. അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അവരവിടെ നിന്ന് നേരെ ഈ ആക്രമണം നടത്തിയ ആളുകൾ നേരെ പോയത് പാളയത്തെ പാർട്ടി ഓഫീസിലേക്കാണ്. പാർട്ടി ഓഫീസിൽ അവർ മണിക്കൂറുകൾ ഉണ്ടായിരുന്നിട്ടും അവിടെ നിന്നും ഈ പറയുന്ന ആക്രമണം നടത്തിയ ആളുകളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല. അവർ സ്വമേധയാ അവിടെ നിന്നും പുറത്തിറങ്ങി വന്ന് പോലീസ് വാഹനത്തിൽ കയറിയതിനു ശേഷം മാത്രമാണ് പോലീസിന് ഈ ഇത്ര ആളുകൾ കസ്റ്റഡിയിലുണ്ട് എന്നെങ്കിലും പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായത്. ആകെ കസ്റ്റഡിയിലെടുത്തത് നേമത്തെ ഒരു DYFI പ്രവർത്തകനായ ശ്രീജിത്തിനെ മാത്രമാണ്. അങ്ങനെ ബാക്കിയുള്ള ആളുകൾ സ്വമേധയാ എത്തുകയായിരുന്നു. മറ്റുള്ള ആളുകളെ നേതാക്കളുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ പ്രകടനങ്ങളും അക്രമങ്ങളും എല്ലാം അരങ്ങേറിയത്, ഈ അഴിഞ്ഞാട്ടം നടന്നത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ മുതിർന്ന നേതാക്കളുടെ ഒന്നും പേര് റിപ്പോർട്ടിൽ വരാത്തതും അവരെ അറസ്റ്റ് ചെയ്യാത്തതും? അവരുടെ പേരെടുത്തുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ കേരള പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവിടെ അവശേഷിക്കുന്നു. ഈ വാർത്ത മലയാളത്തിൽ കാണുന്ന നമുക്ക് ഇന്നലെ ഇവിടെ രാവിലെ മുതൽ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇന്നലെ ഞാനൊന്ന് കാണുകയായിരുന്നു വൈകുന്നേരമൊക്കെ ആയ സമയത്ത്. അങ്ങേയറ്റം നാണക്കേട് കേരളത്തിനുണ്ടാക്കിയ ഒരു സംഭവമായി പോയി ഇന്നലത്തെ ആക്രമണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദേശീയ മാധ്യമങ്ങൾ, ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി ചാനലുകൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ്. കേരളത്തിൽ ഗുണ്ടകൾ ആക്രമിച്ചു എന്നുള്ള തരത്തിലാണ്, ED ഉദ്യോഗസ്ഥരെ ഗുണ്ടകൾ ആക്രമിച്ചു എന്നുള്ള തരത്തിലാണ് കേരളത്തിന് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായി പോയി ഇന്നലെ അവിടെ നടന്നത്. പ്രതിഷേധമൊക്കെ ആകാം, പക്ഷേ ആ പ്രതിഷേധം അതിര് കടന്ന് വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായി. CRPF-ന്റെ വനിതാ ഉദ്യോഗസ്ഥ ആ ഗേറ്റിനകത്ത് നിൽക്കുമ്പോൾ CRPF-ന്റെ വനിതാ ഉദ്യോഗസ്ഥരുടെ മുഖത്തേക്ക് കുപ്പിയും ചെരുപ്പും ഒക്കെ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളടക്കം അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു സർക്കാർ ഇതാവുന്ന പടി ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടാവുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായ കൗതുകകരമായ ഭാഗം. അമൽ,
ആണ്. പക്ഷേ അവരെ സംബന്ധിച്ച് വൈകാരികം ഇന്നലെ ഈ പറയുന്ന പ്രതികരണങ്ങൾ ഏറ്റവും രസകരമായി തോന്നിയത് വി ജോയിയുടെ പ്രതികരണമാണ്. വി ജോയിയുടെ പ്രതികരണത്തിൽ പറയുന്നത് ആരാധകരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവിടേക്ക് എത്തി. അങ്ങനെയുള്ള ആളുകളുടെ വൈകാരിക പ്രകടനമായി കണ്ടാൽ മതി. അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു കൈവിട്ട കളി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അവർക്ക് അതിനെ കാണുന്നത്. പക്ഷേ അവർ അവിടെ നിന്ന് നേരെ വന്ന് കയറിയത് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ്. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനമായാണ് വന്ന് കയറിയത്. അങ്ങനെ വന്ന് കയറിയ പ്രവർത്തകർ അകത്തുള്ളപ്പോൾ അകത്ത് കയറാൻ സമ്മതിക്കില്ല, പ്രവർത്തകരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുതരാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല ആഭ്യന്തര വകുപ്പ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഈ ആക്രമണം നടത്തിയ ആളുകൾ ഈ പിണറായി വിജയന്റെ വീടിന്റെ അവിടെ നിന്നും കുറെ അധികം ദൂരം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കുണ്ട്. ആ ദൂരം ബേക്കറി ജംഗ്ഷനിലൂടെ നടന്നാണ് അവർ അവിടേക്ക് വന്നത്. ആ സമയത്ത് അതിൽ ഒറ്റപ്പെട്ടു നിന്ന ഒരാളെ മാത്രം, ശ്രീജിത്ത് എന്ന് പറയുന്ന നേമത്തുള്ള ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മാത്രം കസ്റ്റഡിയിലെടുക്കാനേ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞുള്ളൂ എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയായി അവിടെ അവശേഷിക്കുകയാണ്. അവർ എല്ലാവരും ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. ഇവർ പറയുന്നത് പോലെ അതൊരു ആവേശത്തിൽ ആരാധകർ ചെയ്തു കൂട്ടിയത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.